ാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിഞ്ചെല്ലാൻ കൽപ്പിച്ച നായക, നിൻ ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടെ സഹിച്ച് അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി.
അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏറ്റവും നിസാരവും ബോധപൂർവമായ അവിശ്വസ്തയിലും പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 4-ാം സ്ഥലം, ഈശോമിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേ എതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നു കൊണ്ടുവരാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശ് ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 6-ാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലം, ഈശോമിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8-ാം സ്ഥലം, ഈശോമിശിഹ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യെരുശലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട.
നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓർസലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിന് ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുവറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം, ഈശോമിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടെന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീബാമരത്തിന് കീഴിൽ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ മനസ്സിനെ കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയെ ദിവ്യഹൃദയം പോലെയാക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോകുൽത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീബാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ തിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോമിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷ നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അരിമത്തക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ തിരുശരീരം ശ്ലീബായിൽ നിന്നിറക്കി അങ്ങയെ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിപ്പിച്ചള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം. ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗണം ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങയെ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശു മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗാഗുൽത്താമലയിൽ വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരുക്കി വെച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു, ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ. മോക്ഷവാതിൽ തുറക്കാൻ വന്നു, ശിക്ഷയായൻ കൈകൾ ബന്ധിച്ചു. ഗാഗുൽത്താമലയിൽ നിന്ന് വിലാപ
മരണത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഷിജു, ഷിജു കേൾക്കാവോ? നിങ്ങളെ ഷിബു നിങ്ങളാണെങ്കിലും പരിചയപ്പെടുത്തി. ഞങ്ങളെ ട്രെയിനിലാ, നല്ല ബഹളമാ. ഷോയിൽ സ്നേഹമുള്ളവരെ, നമ്മളെ തീർത്ഥാടന യാത്രയുടെ 22ാമത്തെ ദിവസം ഇന്ന് നമ്മളോട് ദൈവവചനം പങ്കുവെക്കുന്നത് ഏറ്റവും സ്നേഹം നിറഞ്ഞ ജിതിനച്ചനാണ്. ജെനിയുടെ ഇടവക്കാരനാണ്. വല്ലം ഭരണ ഇടവകയിലെ അസിസ്റ്റന്റ് വികാരിയാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ സമയം തിരക്കിനിടയിൽ വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് ദൈവവചനം പങ്കുവെക്കാൻ വന്ന ജിതിനച്ചനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജിതിനച്ച, ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം അച്ഛാ, കാണാം, കേൾക്കാം. ഓക്കെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. എന്നെ സ്വാഗതം ചെയ്തതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ജനിച്ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ ഞാൻ അറിഞ്ഞില്ല ഇത്ര വലിയൊരു കാര്യമാണെന്ന്. കാരണം ഞാൻ പിന്നീട് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത്. ഓരോരുത്തരുടെ ഓരോ ദിവസവും ജോയിൻ ചെയ്യപ്പെട്ടപ്പോൾ പിതാക്കന്മാരും വളരെ പ്രമുഖരായ വചനപ്രഘോഷകരും സിസ്റ്റേഴ്സും ഒക്കെ പറയുന്ന ഒരു മേഖലയിൽ ഞാനിവിടെ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ ദൈവത്തോട് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാവരങ്ങൾ എന്നോട് നിറയപ്പെടണം. പരിശുദ്ധാത്മാവ് മുഖേന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വചനത്തിന്റെ പൊരുള് മനസ്സിലാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്. നമ്മുടെ കുരിശിന്റെ വഴിയിലൂടെ കടന്നുപോയി ഏറെ ആഴമായൊരു ധ്യാനം നമ്മുടെ കേരളത്തിലെ തന്നെ 14 ജില്ലകളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ധ്യാനിച്ച് കടന്നു പോവുകയായിരുന്നു. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനാ ശൈലിയായിട്ട് എനിക്കത് തോന്നി. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ ശൈലി നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളെയും പരിപൂർണമായി സമർപ്പിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ധ്യാന വിഷയം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യമാണ്. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാന് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ച് നൽകുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ വചനഭാഗത്തോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ് 26-ാം വാക്യം കൂടി. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഈശോ ആർക്കാണ് പരിശുദ്ധ അമ്മയെ നൽകിയത് എന്നുള്ളത് ഇവിടെ ഒരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. പരിശുദ്ധ അമ്മയെ നൽകിയത് ഈശോ താൻ ഏറെ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനാണെന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ കൊടുത്തത് എന്നുള്ളതാണ് മറ്റൊരു ചിന്ത. അവിടെ വചനത്തിൽ കൃത്യമായിട്ട് കാണുന്നത് ഇതാ നിന്റെ അമ്മ എന്നാണ്. ആ അമ്മയ്ക്കൊരു വിശേഷണം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതായത് ഈശോയുടെ സ്വന്തം അമ്മയെ ഈശോ എപ്രകാരം സ്നേഹിച്ചോ, എപ്രകാരം ഈശോയുമായി അമ്മ ചേർന്നു പോയോ, അതേ സ്വഭാവ ശൈലിയോടുകൂടി, അതേ സ്വാതന്ത്ര്യത്തോടു കൂടി ആ അമ്മയെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാന് നൽകുന്നതാണ് വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുക. ഇതാ നിന്റെ അമ്മ എന്നാണ് പറയുന്നത്. അല്ലാതെ അമ്മയ്ക്കൊരു വിശേഷണം കൊടുക്കുന്നില്ല. ഇതാ നിന്റെ പോറ്റമ്മ എന്ന് പറയുന്നില്ല. ഇതാ നിന്റെ വളർത്തമ്മ എന്ന് പറയുന്നില്ല. നിന്റെ ആശ്വാസത്തിനൊരു അമ്മ എന്നല്ല പറയുക. ഇതാ നിന്റെ അമ്മ. ഈശോ എപ്രകാരമാണ് ആ അമ്മയെ സ്നേഹിച്ചത്, ആ അമ്മയുമായി ഇടപഴകിയത്, അതേ സ്നേഹത്തോടുകൂടി, അതേ സ്വാതന്ത്ര്യത്തോടു കൂടി അമ്മയെ കൊടുക്കുന്ന കർത്താവിനെ നമ്മൾ ഇന്നിവിടെ കാണുകയാണ്. ഈശോയുടെ സമർപ്പണം എന്ന് പറയുന്നത് പരിപൂർണ സമർപ്പണമാണ്. പരിപൂർണമായ സമർപ്പണത്തിന്റെ മാതൃക നൽകിക്കൊണ്ടാണ് ഈശോ ഈ വചനഭാഗത്തിലൂടെ നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ സ്വാഭാവികമായും ഈ നാളുകളിൽ നോമ്പിന്റെ ആരംഭം മുതൽ ഈ ദിനങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എടുത്ത് വചനഭാഗങ്ങളെ ധ്യാനിച്ച് ആഴത്തിൽ ഈശോയുടെ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോ നമ്മൾ ഈ സമർപ്പണത്തെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമർപ്പണം എപ്രകാരമുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഈശോ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന സമർപ്പണം പരിപൂർണമായ സമർപ്പണമാണ്. സ്വന്തം അമ്മയെ താൻ എപ്രകാരം സ്നേഹിച്ചുവോ, തന്നോട് എത്രമാത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ, അതേ രീതിയിൽ തന്നെ
തന്നെ സ്നേഹിക്കുന്ന ശിഷ്യനായ യോഹന്നാന് കൊടുത്തു എന്നുള്ളതാണ്. ഇനി ഈ കൊടുക്കലിൽ മറ്റൊരു തലം കൂടി ഉണ്ടെന്ന് നമ്മളോട് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതായത് താൻ ഏറെ ഇഷ്ടപ്പെട്ട ശിഷ്യനായ യോഹന്നാന് ഈ പരിശുദ്ധ അമ്മയെ നൽകിയത് വഴിയായി സഭ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം, ഈ കൊടുക്കൽ സഭാമക്കളായ എല്ലാവരിലേക്കുമുള്ള ഒരു നൽകലാണെന്നാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയുടെ അനുയായിയായ, ഈശോയുടെ പ്രിയങ്കരായ ശിഷ്യരായ ഓരോ വ്യക്തിക്കും ഈ അമ്മയെ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സഹരക്ഷിക എന്നൊക്കെ നമ്മൾ വിളിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് കത്തോലിക്ക സഭയിൽ വലിയ സ്ഥാനമുള്ളത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ പൂർണ്ണമായി നൽകിയ ഈശോയെ നമ്മൾ ഇന്നിവിടെ ധ്യാനിക്കുമ്പോൾ, ഈശോയുടെ പരിപൂർണ സമർപ്പണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വചനഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഒരുപക്ഷെ നമ്മൾ സുവിശേഷം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏതാനും പേജുകൾ മറച്ചാൽ മതി. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്താണെന്നുള്ളത്. അനന്യാസും സഫീറായുമാണ്. അനന്യാസും സഫീറായും സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ട് സഭയ്ക്ക് വേണ്ടി നൽകുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ വചനത്തിൽ വായിക്കുക. അപ്പൊ അവരുടെ സമർപ്പണം എപ്രകാരമായിരുന്നു എന്നുള്ളതിന് ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് 5-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിലാണ്. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു, ബാക്കി അപ്പസ്തലന്മാരുടെ കാലത്തിൽ സമർപ്പിച്ചു. വിലയുടെ ഒരു ഭാഗം ഭാര്യയുടെ അറിവോടുകൂടി മാറ്റിവെച്ചു. നമ്മൾ തൊട്ടു മുൻപ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിതീവ്രമായി ഈശോ എപ്രകാരം പരിശുദ്ധ അമ്മയെ നൽകി എന്ന്, സ്വന്തം ജീവിതം കൊണ്ട് മാതൃക നൽകി എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് സഭയുടെ ആരംഭ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് 2000 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്, ആ ഈശോയുടെ അതേ കാലഘട്ടത്തിൽ തന്നെ ചേർന്ന് നിൽക്കുന്ന വചനഭാഗങ്ങളാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വരിക. ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു ആഴമാണുള്ളത്. കാരണം അന്നത്തെ ആദിമ സഭ എപ്രകാരമായിരുന്നു എന്നുള്ളൊരു ക്ലിയർ പിക്ചർ നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പം ഈശോയുടെ അതേ കാലഘട്ടത്തിൽ തന്നെയുള്ള സഭാ സമൂഹം വളരെ ആഴമായ ഒരു സമർപ്പണത്തെ വില കുറച്ച് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഭാഗം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം സമർപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ സമർപ്പണം എപ്രകാരമാണ്. ഈശോ എപ്രകാരം പരിശുദ്ധ അമ്മയെ നമുക്ക് സമർപ്പിച്ചു നൽകി, നമ്മൾ തിരിച്ച് കർത്താവിന് നമ്മൾ സമർപ്പിക്കുന്നത് എപ്രകാരമാണ്. നമ്മൾ പലപ്പോഴും വിലയുടെ ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ സുഖങ്ങളുടെ, എൻ്റെ ചിന്തകളുടെ, എൻ്റെ സൗകര്യങ്ങളുടെ എല്ലാം ഒരു ഭാഗം നൽകുന്നവരായി പോകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥത്തോടെ ധ്യാനിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ജീവിതത്തിലോടുകൂടി നോക്കിയിട്ടാണ് ഞാൻ നോക്കുക. കാരണം അതാണ് ഒരു ധ്യാനത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്, അല്ലെ? ദൈവത്തിന്റെ വചനം ഇരുതള വാളാണെന്നാണ് പറയുക. നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ അത് കുത്തുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ മനം കൊണ്ട് ഞാനിവിടെ ആ കുത്ത് ഏറ്റുകൊണ്ടാണ് ഇത് പറയുക. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെയും തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ എൻ്റെ സമർപ്പണവും എപ്രകാരമാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഞാനും ഈ സമർപ്പണത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നവനാണ്. എൻ്റെ ജീവിതത്തിന്റെ മേഖലയിലും വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ നൽകലിൽ ഈ ഒരു ഭാഗം നൽകുന്ന ശൈലി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് ഞാൻ മാറ്റി വെച്ചിട്ട് ദൈവത്തിനൊരു ഭാഗം, അങ്ങനെ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ പരിപൂർണമായ സമർപ്പണമാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇതിനുള്ള മറ്റൊരു തെളിവ് നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം 19-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 34-ാം വചനത്തിൽ കൃത്യതയോടുകൂടെ കാണുന്നുണ്ട്. എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പോ മരണമടഞ്ഞ് ശേഷവും ഈശോയുടെ പാർശ്വത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തപ്പെട്ടപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അവസാന തുള്ളി വരെ നൽകിക്കൊണ്ടാണ് കർത്താവ് നമുക്ക് മാതൃകയാകുന്നത്. പക്ഷെ നമ്മൾ ഈ കർത്താവിന് തിരിച്ചു കൊടുക്കുന്ന ശൈലി, അല്ലെങ്കിൽ നമ്മളിപ്പോ നോമ്പിന്റെ ഭാഗമാണ്, പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന്റെ മേഖലയിലാണ്, പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു സുഖത്തിന്റെ മേഖല, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന സൗകര്യങ്ങളുടെ ഒരു മേഖല, ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് ആ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമർപ്പണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. എന്നാൽ ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സമർപ്പണം എന്ന് പറയുന്നത് കംഫർട്ട് സോണുകളെ ഭേദിച്ചുകൊണ്ടുള്ള സമർപ്പണമാണ്, പരിപൂർണമായ സമർപ്പണമാണ്, വേദന അനുഭവിക്കുന്ന സമർപ്പണമാണ്, സ്വയം മുറിയുന്ന സമർപ്പണമാണ്, രക്തവും വെള്ളവും നൽകുന്ന സമർപ്പണമാണ്. അപ്പൊ ഇത്തരത്തിലൊരു സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത്. നമ്മുടെ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ കുടുംബ ജീവിതത്തെ എടുക്കുമ്പോൾ
ഒരുപക്ഷെ ഹോളി ഹോം എന്ന് പറയുന്ന ഈ സംഘടന അല്ലെങ്കിൽ ഈ ഒരു ഭക്ത ശൃംഖല കൂടുതൽ ആഴമായിട്ട് കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും വലിയ കുടുംബങ്ങൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം സൃഷ്ടികർമ്മത്തില് പരിപൂർണതയോടുകൂടി പൂർണ്ണമായ സമർപ്പണം നൽകണമെന്നുള്ളൊരു ചിന്തയോടുകൂടി നിങ്ങൾ മുൻപോട്ട് പോകുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിന്തയുടെ ആ തലങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എപ്രകാരമാണ് കുടുംബജീവിതത്തിൽ നൽകേണ്ടത്, ഭാര്യ എപ്രകാരമാണ് ഭർത്താവിന് നൽകേണ്ടത്, ഭർത്താവ് എപ്രകാരമാണ് ഭാര്യയ്ക്ക് നൽകേണ്ടത്, മക്കൾക്ക് നൽകേണ്ടത്, പരസ്പരം സമൂഹത്തിൽ കുടുംബജീവിതത്തിൽ നൽകേണ്ടത്, മാതാപിതാക്കൾക്ക് നൽകേണ്ടത്, ഇങ്ങനെയുള്ള ഈ നൽകലിന്റെ തലം ഈശോ നമുക്ക് കാണിച്ചു തന്നതുപോലെ പരിപൂർണമായൊരു നൽകൽ, പരിപൂർണമായൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നുണ്ടോ എന്ന് പ്രത്യേകം ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ കുഞ്ഞു കുട്ടികളായിട്ടും അല്ലെങ്കിൽ ഇവിടെ ഇടവകയിലാണ് സേവനം ചെയ്യുക. അപ്പൊ നമ്മുടെ കുട്ടികളോടൊക്കെ സംസാരിക്കാനും അവരോട് ഇടപഴകാനൊക്കെ അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് കൃത്യമായ ഒരു പിക്ചർ ലഭിച്ചിട്ടല്ല വളരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ 12ാം ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മൾ മക്കളെ പുറത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു ശൈലിയാണ് നമുക്കുള്ളത്. നമ്മുടെ മക്കൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തെ മറക്കുന്ന, മാതാപിതാക്കളെ മറക്കുന്ന, സഹോദരങ്ങളെ മറക്കുന്ന ഒരു ശൈലിയിലേക്ക് വളർന്നു പോവുകയാണ്. അതൊരു പക്ഷേ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, ഈ നൽകേണ്ട തലങ്ങളെ കുറിച്ചുള്ള ബോധ്യം അവർക്ക് നൽകാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് വെക്കുക. പരിപൂർണമായ സമർപ്പണം. ഈശോ നൽകിയ മാതൃക ഇതാ നിന്റെ അമ്മ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ പൂർണ്ണമായ സമർപ്പണത്തെക്കുറിച്ചൊരു ബോധ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കൊരു പക്ഷെ അത് ഇപ്പൊ ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. നമ്മുടെ കംഫർട്ട് സോണുകളിൽ നിന്നുകൊണ്ട് നമ്മൾ നൽകുന്ന സമർപ്പണം കായേന്റെയും ആബേലിന്റെയും ബലി പോലെ അതായി പോകുന്നു. ആബേല് ഏറ്റവും നല്ലതിനെ സമർപ്പിക്കാൻ, അവന്റെ ആട്ടിൻപറ്റത്തിൽ ഏറ്റവും മികച്ചതിനെ നൽകാനായിട്ട് പോയി എന്നുള്ളതാണ്. പക്ഷെ കായേന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആ ഒരു നമ്മൾ ഈ ഇപ്പോ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിച്ചതുപോലെ ഒരു ഭാഗം കൊടുക്കുന്ന ശൈലി, എനിക്ക് വേണ്ടത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് മറ്റൊരു ഭാഗം ദൈവത്തിന് നൽകാമെന്ന ശൈലി, ആ ഒരു ശൈലി നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിൽ ഭാര്യയ്ക്ക് നൽകാമെന്ന ശൈലി, ഭർത്താവിന് നൽകാമെന്ന ശൈലി, മക്കൾക്ക് നൽകാമെന്ന ശൈലി, അതിനെ ഒന്ന് ഭേദിക്കാനായിട്ട് ഈശോ എന്നീ വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മള് ഇനി വിശുദ്ധ ബലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലാറ്റിൻ റൈറ്റിലെ വിശുദ്ധ കുർബാനയുടെ അവസാനം ദിവ്യപൂജ സമാപിച്ചു എന്നൊരു വാചകമുണ്ട്. ഈ ദിവ്യപൂജ സമാപിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി ഒരു ചിന്ത പകർന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥന, അവസാന പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ ദിവ്യപൂജ സമാപിക്കപ്പെടുന്നത് പിന്നീട് ഈ ബലി നിങ്ങളുടെ ജീവിത വഴികളിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവ് എപ്രകാരം സ്വയം മുറിഞ്ഞ് ഗോതമ്പം എപ്രകാരം പൊടിഞ്ഞ് ഇല്ലാതായോ, പൂർണ്ണമായി നമുക്ക് നൽകിയോ, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ സാമൂഹ്യ മേഖലകളിൽ നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ആ ഒരു ചോദ്യത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ നോമ്പുകാലത്തൂടെ കടന്നു പോകാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഇനി നാം നൽകുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുകൂടിയുള്ള ചിന്ത ഇവിടെ വളരെ പ്രസക്തമാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ സഭയുടെ ഭാഗമായി നമ്മൾ നൽകുന്നവരാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ ഒരു കാലം നോമ്പിന്റെ കാലമാണ്. നമ്മൾ കൂടുതൽ അനുതാപത്തിന്റെയും പരിത്യാഗത്തിന്റെയും അതുപോലെ തന്നെ സമർപ്പണത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടമായിട്ട് കൂടുതൽ സഭയിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ നൽകൽ എപ്രകാരമാണ് എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിഷയമാക്കേണ്ട തലമാണ്. നമ്മൾ പലപ്പോഴും നൽകുമ്പോൾ നമ്മളൊരു പേരിന് വേണ്ടി നൽകുന്നതാണോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാകണം. കാരണം അത് വളരെ ആഴമായിട്ട് കിടക്കുന്ന ആ ഒരു തലം തൊട്ടുപോകുന്ന ഒരു സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ അകത്ത് പ്രാഞ്ചിയേട്ടനോട് നമ്മുടെ സെയിന്റ് ഫ്രാൻസിസ് ഉണ്ണിയാളം വന്ന് ചോദിക്കുന്നുണ്ട്, ഫ്രാൻസിസെ ഒരു പേരിൽ എന്തിരിക്കുന്നു? അപ്പോ ഈ പ്രാഞ്ചിയേട്ടൻ കൊടുക്കുന്ന ഒരു ഉത്തരം പേരാണ് എല്ലാം എന്നാണ് പറയുന്നത്. നമ്മൾ പേരിന് വേണ്ടി നൽകുന്നവരാണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകാൻ വേണ്ടി നൽകുന്നവരാണോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കുക. പലപ്പോഴും ഞാനത് ഇപ്പോൾ നമ്മുടെ കാറ്റഗിസം കുട്ടികളോടൊക്കെ സംസാരിക്കാനുള്ള കാര്യം, നമ്മളൊരു കാര്യം നമ്മൾ നൽകുമ്പോൾ, ഒരു സഹോദരന് നമ്മളൊരു സഹായം കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയുടെ അത്രയും അവൻ ഉയർന്നില്ലെങ്കിലും അവനിപ്പോ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നിന്ന് ഒരു പടിയെങ്കിലും കൂടി ഉയരേണ്ടതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു കാര്യം കൊടുത്തിട്ട് നൽകിയിട്ട് എന്താണ് ചെയ്യുക,
അവനത് കൊടുക്കുന്നതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഒരുപക്ഷെ നമ്മൾ പ്രദർശിപ്പിക്കും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റു പത്രമാധ്യമങ്ങളിലൂടെയോ. ഒരു വീട് കൊടുക്കുകയാണെങ്കിൽ വീടിന്റെ താക്കോൽ ദാനം നമ്മളത് എടുത്തു കൊടുത്തിട്ട് സ്വാഭാവികമായിട്ടൊരു മാതൃക നൽകുന്നതിന് വേണ്ടിയാണ്, ഓക്കെ, സമ്മതിക്കാം. എങ്കിൽ കൂടിയും ഈ മാതൃകയുടെ യഥാർത്ഥ വശങ്ങളിലേക്ക് അത് എത്തുന്നുണ്ടോ ഒരു ചോദ്യം കൂടി, ഒരു സംശയം കൂടി എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം നമ്മളിത് നൽകുമ്പോൾ നമ്മൾ പരസ്യമായിട്ട് പ്രഘോഷിക്കുകയാണ് ഈ പറയുന്ന വ്യക്തി, ഞാൻ ഭവനം നൽകിയ വ്യക്തി എന്റെ സഹായം കൊണ്ട് എന്റെ ഈ സഭയിലെ അല്ലെങ്കിൽ എന്റെ ഈ ചുറ്റുപാടിലുള്ള വ്യക്തികളുടെ സഹായം അർഹിച്ച് ജീവിക്കേണ്ടവനാണ്, അവൻ എന്നെക്കാൾ ഒരു പടി കൂടി താഴ്ന്നവനാണ് നമ്മൾ പ്രഘോഷിക്കുക. അപ്പൊ അതാകരുത് നമ്മുടെ നൽകൽ എന്നുള്ളതാണ്. നമ്മുടെ നൽകൽ കൊണ്ട് നമ്മൾ പൂർണ്ണമായി കൊടുക്കുന്നത് വഴിയായി നമ്മുടെ സഹോദരൻ നമ്മുടെ ജീവിതാവസ്ഥയുടെ അത്രയും തന്നെ എത്തിയില്ലെങ്കിലും ഒരു പടി കൂടിയെങ്കിലും ഉയരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മാർപ്പാപ്പ പലപ്പോഴും പറയുന്നത്, നമ്മൾ യാചകർക്ക് ഭിക്ഷ നൽകുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അവരുടെ കണ്ണുകളിലെ ആ തീ കണ്ടുകൊണ്ട് അവരുടെ വേദനകളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നൽകണമെന്നുള്ളത്. അപ്പൊ പരിപൂർണമായ ഈ സമർപ്പണത്തിന്റെ തലങ്ങളെ കുറിച്ച് ആത്മാർത്ഥമായി ആഴമായിട്ടൊന്ന് ധ്യാനിക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ വലിയൊരു പ്രഘോഷണത്തിന്റെ ശൈലിയിലേക്കൊന്നും പോകുന്നില്ല. ചെറിയ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെച്ചു. വചനഭാഗത്തൂടെ വായിച്ച് കടന്നു പോയപ്പോൾ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച പ്രധാന ചിന്തകളാണ് നിങ്ങളോട് പങ്കുവെച്ചത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് കൃത്യമായിട്ടൊരു ഫീഡ്ബാക്ക് ഇപ്പൊ ഞാൻ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല എത്രമാത്രം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം എനിക്ക് ഇങ്ങനൊരു അവസരം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ജനിച്ചേട്ടനാണ്. ഹോളി ഹോമിലെ ഏതാനും അംഗങ്ങളെ എനിക്ക് പരിചയമുണ്ട്. ഇവിടെ വല്ലംപള്ളിയിൽ അവർ തിരുശേഷിപ്പ് പ്രയാണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ്. അപ്പോ ഏറെ സ്നേഹപൂർവ്വം നിങ്ങൾ നടത്തുന്ന ഈ ഒരു വലിയ പ്രയാണം, ഈ ജീവന്റെ മൂല്യത്തെ കുറിച്ച് പങ്കുവെക്കുന്ന, കുടുംബജീവിതത്തിന്റെ മഹിമയെ കുറിച്ച് പങ്കുവെക്കുന്ന ഈ ഒരു ശൈലി, അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം അതിന് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹപൂർവ്വം ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. താങ്ക് യു ജിതിനച്ച. അച്ഛൻ വളരെ മനോഹരമായി ഇന്ന് പരിശുദ്ധ അമ്മയെ നൽകിയ ക്രിസ്തുവിന്റെ സമർപ്പണവും ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതം എപ്രകാരം സമർപ്പിക്കണം, കൊടുക്കണം എന്നൊക്കെ വളരെ മനോഹരമായി പങ്കുവച്ചു. അച്ഛൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒറ്റൊരാൾ ഓൺലൈനിൽ പറയുമ്പോൾ ബാക്കി ഫീഡ്ബാക്ക് കിട്ടാത്തതിനൊരു പ്രയാസം നമുക്കുണ്ടാവും. പക്ഷെ വളരെ സ്വാഭാവികമായിട്ട് വളരെ മനോഹരമായി ആ ദൈവവചനത്തെ സമ്പൂർണ്ണമായി ക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കുവാൻ ക്രിസ്തു തനിക്കുള്ള തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെപ്പോലും നൽകിയതുപോലെ നമ്മുടെ ജീവിതം മുഴുവൻ സമ്പൂർണ്ണമായും കർത്താവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കണമെന്നുള്ള വലിയ ചിന്ത, ജീവിതത്തിന്റെ മുഴുവൻ ചിന്തയും ഞങ്ങൾക്ക് പങ്കുവെച്ചു തന്ന ജിതിനച്ചനെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ജനിയാണ് അവിടെ യാത്രയായതുകൊണ്ടാണ് പകരം ഞാൻ അച്ഛനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഒരു നിമിഷം ജിതിനച്ചനെയും അച്ഛൻ്റെ കുടുംബത്തെയും അച്ഛൻ ഇപ്പോൾ ആയിരിക്കുന്ന വല്ലം ഇടവകയും ആ ഇടവക ജനത്തെയും അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളെയും മുഴുവൻ കൊടുത്തുകൊണ്ട് എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം ക്രിസ്തുവിന് ധീരതയോടെ സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ വേണ്ട വലിയ കൃപയ്ക്കായി ആഗ്രഹിച്ച് പ്രത്യേകമായിട്ട് നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ജിതിനച്ചനെ അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. കർത്താവ് ജിതിനച്ചനെ സഭയ്ക്കായി നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നൽകുന്നു. പ്രത്യേകമായിട്ട് വല്ല ഇടവകയും കർത്താവ് ഇപ്പോൾ അവിടെ ആയിരുന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് അവിടുത്തെ വലിയ കൃപയും അനുഗ്രഹവും നൽകണമേ. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഉടനീളം ദൈവരാജ്യത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ അധ്വാനിക്കുവാനായിട്ട് സമ്പൂർണ്ണമായും കൊടുത്തുകൊണ്ട് കർത്താവ് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവെ ഓരോരുത്തരെയും ആധ്യാത്മികതയിൽ വളർത്താൻ അങ്ങനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. താങ്ക് യു ജിതിനച്ച. നമുക്ക് തുടർന്ന് അല്പ സമയം കൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടച്ച അച്ഛൻ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ ആ സമ്പൂർണമായ സമർപ്പണം നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഈശോയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കാം. ഈശോ തൻ്റെ ജീവിതത്തിൽ അവസാനം വരെ സ്വന്തമായിട്ടുണ്ടായിരുന്ന അമ്മയെപ്പോലും നൽകിക്കൊണ്ട്, യോഹന്നാന് നൽകിക്കൊണ്ട്, നമുക്ക് നൽകിക്കൊണ്ട് ആ ഒരു സമർപ്പണത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കഴിവുകളെ, നമ്മുടെ പ്രായത്തെ, നമ്മുടെ സമ്പന്നതയെ, നമ്മുടെ സൗന്ദര്യത്തെ, നമ്മുടെ കുടുംബ മഹിമയെ, നമ്മുടെ പഠനത്തെ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും, നമ്മുടെ കൃഷിഭൂമിയാവാം, ജോലി സ്ഥലങ്ങളെ ആവാം, നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ആവാം,
നമുക്കുള്ളതെല്ലാം കർത്താവിൻ്റെ കയ്യിൽ നമുക്ക് പൂർണ്ണമായും ഭരമേൽപ്പിക്കാം. അവിടുന്ന് തന്നതാണ് എല്ലാം. നമ്മുടെ ചിന്തകളെ ആവട്ടെ, നമ്മുടെ മനോഭാവങ്ങളെ ആവട്ടെ, നമ്മുടെ താല്പര്യങ്ങളെ ആവട്ടെ, നമ്മുടെ യുക്തികളെ ആവട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെ ആവട്ടെ, നമ്മുടെ എല്ലാ വിചാരങ്ങളെയും ആവട്ടെ, നമ്മുടെ സമ്പത്തിനെ ആവട്ടെ, സൗന്ദര്യത്തെ ആവട്ടെ, എല്ലാറ്റിനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, ഒപ്പം നമ്മൾ ഇന്ന് കേരളം മുഴുവനും വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ്. കേരളത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, ഭാരതത്തെ മുഴുവൻ വരവേൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ കത്തോലിക്ക സഭയെ മുഴുവൻ അവിടുത്തെ കരങ്ങളിൽ വരവേൽപ്പിച്ചുകൊണ്ട്, സഭ കടന്നു പോകുന്ന എല്ലാ നന്മകളെയും ബലഹീനതകളെയും വീഴ്ചകളെയും പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയെയും മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, കൃത്യമായിട്ട് തീർത്ഥയാത്രയെയും നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാമുകളെയും ഇടവാ ധ്യാനങ്ങളെയും മിഷൻ പ്രവർത്തനങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോജാനെ ഈ സമയം നമ്മുടെ കൊച്ചു പ്രാർത്ഥനയെ പാടി ചെല്ലി മാതാവിൻ്റെ പാട്ടുപാടി നമുക്ക് അവസാനിപ്പിക്കാം. 10 മണിയായി. ജോചേട്ടാ. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപ ചെയ്യണമേ. ആമേൻ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും, ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ, ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. എല്ലാവർക്കും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള എല്ലാവർക്കും ഗുഡ് നൈറ്റും അമേരിക്കക്കാർക്ക് ഗുഡ് മോർണിംഗും പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും നാളെ കാണുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നാളെ ബാക്കിയുള്ളവരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് സമയത്ത് വരികയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഞങ്ങൾ ട്രെയിനിലാണ്, തിരിച്ച് യാത്ര ആരംഭിച്ചു. ഡൽഹിയിലാണ്. ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ജനിയുണ്ട്. ഉറങ്ങിപ്പോയാ? ഉറങ്ങിയൊന്നുമില്ല, അതല്ല ഇവിടെ നിൽക്കുക. ഭയങ്കര തിരക്കാ, ഭയങ്കര തിരക്കാ. നിക്കുവാണല്ലേ? ജനറൽ കമ്പാർട്ട്മെന്റ് ആണോ? ജനറലാ. വെളുപ്പിന് 5 മണിക്ക് അടുത്ത ട്രെയിൻ. അടുത്ത സ്റ്റേഷൻ പിടിച്ചിട്ട് അവിടുന്ന് വേണം പോകാൻ. ഓക്കെ, ബൈ, താങ്ക് യു. ഓക്കെ. നിത്യ കുഞ്ഞുമാവേ. ഓക്കെ, അപ്പൊ എൻഡ് ചെയ്യുന്നേ. നിത്യ